കോതമംഗലം കോട്ടപ്പടിയിൽ ആന വീണ് ഉപയോഗശൂന്യമായ കിണറിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കഴിഞ്ഞ വർഷം ഏപ്രിൽ 12-നാണ് കാട്ടാന കിണറ്റിൽ വീണത്. 2,12,800 രൂപ ചിലവഴിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കഴിഞ്ഞ വർഷം ഏപ്രിൽ 12-നാണ് കോട്ടപ്പടിയിലെ കിണറ്റിൽ ആന വീണത്. ഇതേ തുടർന്ന് കിണർ ഉപയോഗശൂന്യമായി. കുടിവെള്ളത്തിനായി നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന കിണർ പുനർനിർമ്മിക്കുന്നതിന് ആവശ്യമായ തുക അനുവദിക്കണമെന്ന് ആന്റണി ജോൺ MLA അന്നേ ദിവസം തന്നെ സർക്കാരിനോട് ആവശ്യപ്പെട്ട് അടുത്ത ദിവസം ജില്ലാ കളക്ടർ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നായി 1,56,797 രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ കോൺട്രാക്ട് പ്രോഫിറ്റും GSTയും ഉൾപ്പെടെ മറ്റു ചിലവുകൾ കൂടി വരുമ്പോൾ ഈ തുക തികയില്ലെന്ന് MLA ചൂണ്ടിക്കാട്ടി. തുടർന്ന് 56,003 രൂപയുടെ അഡീഷണൽ തുക അനുവദിച്ച് വീണ്ടും ഉത്തരവ് ഇറക്കുകയായിരുന്നുവെന്ന് MLA പറഞ്ഞു. കുറെ ബുദ്ധിമുട്ടുണ്ട്, ഞാൻ സൂചിപ്പിച്ചല്ലോ. കാരണം 300 മീറ്ററോളം ചുറ്റി ഈ ഇത്രയും കല്ല് മറ്റ് മെറ്റീരിയൽസും ഒക്കെ ചുമന്ന് വേണം ഇവിടെ എത്തിക്കാൻ. അപ്പോൾ ആ ബുദ്ധിമുട്ട് ഉണ്ടെങ്കിലും ഒട്ടും കാലതാമസമില്ലാതെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ എസ്റ്റിമേറ്റിൽ നമുക്ക് കണ്ടിട്ടുള്ളതുപോലെ തന്നെ മനോഹരമായി ഇതിൻ്റെ ചുറ്റുമുള്ള സംരക്ഷണ ഭിത്തിയും ആൾമറയും മറ്റേ കിണറിൻ്റെ അകത്ത് ക്ലീനിങ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുടുംബങ്ങൾക്കെല്ലാം വളരെ ശുദ്ധമായ ജലം ലഭ്യമാക്കാൻ കഴിയുന്ന നിലയിൽ തന്നെ ഈ പ്രവൃത്തി നമ്മൾ സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കും. അപ്പോൾ MLAയുടെ നേതൃത്വത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി, തഹസീൽദാർ M. അനിൽകുമാർ, പൊതുമരാമത്ത് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ മെജോ ജോർജ്, വാർഡ് മെമ്പർമാരായ സന്തോഷ് അയ്യപ്പൻ, സാറാമ ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.